ഹലോ എവ്രി വൺ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാസ് വേൾഡ്. ഇന്ന് ഞാൻ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് ചെയ്യുന്നത്. പക്ഷേ സാധാരണ നമ്മൾ ചെയ്യുന്ന ബ്രെഡ് പോക്കറ്റ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു സിംഗിൾ ബ്രെഡ് സ്ലൈസിനെ കൊണ്ടാണ് ഇവിടെ പോക്കറ്റ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കല്ലേ. ആദ്യം നമുക്കിതിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. 2 ബ്രസ്റ്റ് പീസ് ഉണ്ടാവുമല്ലോ, അതിൽ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ ആകെ ഒരു 5 മിനിറ്റ്സിൻ്റെ കുക്കിംഗ് ടൈമേ ഉള്ളൂ. ബ്രസ്റ്റ് പീസാണ്, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ചിക്കൻ ഒരു 80% ഡൺ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. അതിൻ്റെ ആ ക്രഞ്ചിനെസ് ഏകദേശം അതുപോലെ തന്നെ വേണം. മാക്സിമം ഒരു 2 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഇതിൽ എരിവും ഉപ്പൊക്കെ നോക്കുക. പാകത്തിന് എരിവും ഉപ്പും ഉണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ക്യാപ്സിക്കം കൂട്ട് നല്ല പോലെ ഒന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ചില്ലി മയോണൈസ് ഉണ്ടെങ്കിൽ ചില്ലി മയോണൈസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പോക്കറ്റ്സ് തയ്യാറാക്കി എടുക്കാം. സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒറ്റ പീസ് ബ്രെഡ് കൊണ്ടാണ് ഞാനിവിടെ പോക്കറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു പീസ് ബ്രെഡ് എടുത്ത് ചപ്പാത്തി പരത്തുന്ന കോയിൽ കൊണ്ട് നല്ല തിന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ള എന്തെങ്കിലും ഒരു മൂടി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഒരു സ്ലൈസ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സ്ലൈസും റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വന്ന, അതായത് കട്ട് ചെയ്ത് ബാക്കി വന്ന അരികെല്ലാം ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനുള്ള ബ്രെഡ് ക്രംസ് തയ്യാറാക്കി എടുക്കാം. ഇനി ഒരു മുട്ട ഒന്നും അടച്ച് അതിലേക്ക് ഒരല്പം കുരുമുളകും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ നല്ല പോലെ കോട്ട് ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഒന്ന് കൊട്ടിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഒരു 20 സെക്കൻഡ് ഒരു ഭാഗം വെച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ പൂരിയൊക്കെ പൊരിക്കുന്നതിന് പൊങ്ങി വരുന്നത് പോലെ ഇത് നല്ല പൊങ്ങി നല്ല പഫി ആയിട്ട് വരും. ഇത് കണ്ടോ. ഇനി ജസ്റ്റ് ഈ ഒരു സൈഡും നമുക്ക് ആകെ ഒരു 20 സെക്കൻഡേ വെക്കണ്ടു. എന്നിട്ട് ഇത് വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിത് കോരി മാറ്റാം. നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല, എണ്ണയൊന്നും തീരെ കുടിക്കുന്നില്ല കേട്ടോ. മാക്സിമം 1 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇതുപോലെ എല്ലാ സ്ലൈസും നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, നല്ല പഫി ആയിട്ടുള്ള സ്ലൈസാണ്. പൂരി പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലൈസ് ബ്രെഡിൽ നിന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 2 പോക്കറ്റ്സ് കിട്ടും.
ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ലെറ്റ്യൂസ് ലീവ്സ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് ലെറ്റ്യൂസ് ലീവ്സ് ചേർത്ത് കൊടുക്കാം. ഈ ലീവ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആൻഡ് ക്യാപ്സിക്കം ഫില്ലിംഗ്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം കൂടി ലെറ്റ്യൂസ് ലീവ്സും കൂടി ഇട്ടിട്ട് ടോപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പോക്കറ്റ്സും ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു ബ്രെഡ് സ്ലൈസ് കൊണ്ടുള്ള അടിപൊളി ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ആ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡും അതിൻ്റെ ഉള്ളിൽ ആ ലെറ്റ്യൂസിൻ്റെ ക്രഞ്ചും നല്ല ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷവർമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.